പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാർ, പഠനമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി ലഹരിക്കെതിരെ നടക്കുന്ന മെഗാ സൂംബ ഡിസ്പ്ലേയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ മാസം ബാല്യത്തിനും യുവത്വത്തിനുമൊപ്പം സർക്കാർ എന്നൊരു പരിപാടി നാം സംഘടിപ്പിച്ചിരുന്നു. അന്നാണ് ഈ തരത്തിലുള്ള ഒരു പരിപാടിയെക്കുറിച്ചുള്ള ആലോചന വന്നത്. വളരെ വേഗത്തിൽ തന്നെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാനായി എന്നത് തീർത്തും അഭിനന്ദനാർഹമായ കാര്യമാണ്. എന്നാൽ ഇതൊരു ആദ്യ ചുവടുവെപ്പ് മാത്രമാണ്. കുഞ്ഞുങ്ങളിലേക്ക് ലഹരി എന്ന ദുർബോധം എത്തിച്ചേരുന്നത് പല മാർഗങ്ങളിലൂടെയാണ്. ആ മാർഗങ്ങളെല്ലാം തടയുക എന്നത് വളരെ ശ്രദ്ധയോടെയും ഉത്തരവാദിത്വത്തോടെയും നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾ ഏതെങ്കിലും കാരണവശാൽ മ്ലാനതയിലായിപ്പോയാൽ അത്തരം കുട്ടികളെയാണ് മയക്കുമരുന്ന് മാഫിയകൾ കൂടുതൽ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ കുട്ടികളെ കായികമായും മാനസികമായും ഉന്മേഷമുള്ളവരാക്കി നിലനിർത്തുക, ഇത് ഒഴിച്ചുകൂടാത്ത ആവശ്യമാണ്. കാലത്ത് സ്കൂളിലെത്തി വൈകുന്നേരം സ്കൂളിൽ തിരിച്ചു പോകുന്ന സമയമാകുമ്പോഴേക്ക് ഒരു വാടിത്തളരുന്ന അവസ്ഥ കുട്ടികൾക്കുണ്ടാവും. ആ ഘട്ടത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഉൾപ്പെടുന്ന ഉന്മേഷദായകമായ ഒരു പരിപാടി കൂട്ടായി നടത്തിയാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉണർവ് ലഭിക്കും. അവരുടെ ക്ഷീണമകലും മടുപ്പ് മാറും. അങ്ങനെ കുഞ്ഞുങ്ങളാകെ ഉഷാറാവും. അത്തരത്തിൽ ഉഷാറായ നിലയിൽ കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങണം. അങ്ങനെ വന്നാൽ അരുതാത്ത ശീലങ്ങൾ പടർത്താൻ ശ്രമിക്കുന്നവർക്ക് കുട്ടികളെ സ്വാധീനിക്കാനാവില്ല. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് സൂംബ ഡാൻസ് പോലുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് പ്രാവർത്തികമാക്കുകയാണ്. ഇതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടന്നു പോകുന്നില്ല. ഇത് അങ്ങേയറ്റം മാതൃകാപരമായൊരു പരിപാടിയായിരിക്കും. എല്ലാ സ്കൂളുകളിലും ഈ പരിപാടിയും ഇതുപോലുള്ള പരിപാടികളും, അതോടൊപ്പം കലാ സാഹിത്യ പരിപാടികളും എല്ലാം സംഘടിപ്പിക്കാൻ ആവണം. കുട്ടികൾക്ക് സ്കൂളിൽ പഠനത്തിനോടൊപ്പം തന്നെ ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ സ്കൂൾ വിട്ടുപോയാൽ നാട്ടിലും വീട്ടിനടുത്തുമൊക്കെ കളിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ടാവണമെന്നാണ് സർക്കാർ കാണുന്നത്. അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളും സമൂഹവും വലിയ തോതിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യത്തിൽ രക്ഷിതാക്കൾക്കും ആവശ്യം വേണ്ട ബോധവൽക്കരണം ഒഴിച്ചുകൂടാത്തതാണ്. ആ നടപടികളിലേക്കും വിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നുണ്ട്. അധ്യാപകർക്കും ഇതിനാവശ്യമായ പുതിയ പരിശീലനം, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊട്ടേറെ ഭാഗങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനുള്ള പരിശീലനം
അധ്യാപകർക്കും നൽകാനുള്ള നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നത്. അങ്ങനെ നോ ടു ഡ്രഗ്സ് എന്നത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് ജീവിതമാണ് ലഹരി എന്നതിൽ ശക്തമായി ഊന്നി നിൽക്കാനും ഉതകുന്ന അവസ്ഥയുണ്ടാക്കണം. അതിൻ്റെ ആദ്യപടിയായ ഈ സൂംബ ഡാൻസ് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എൻ്റെ സ്നേഹാഭിവാദനം. ലാറ്റിൻ അന്താരാഷ്ട്ര താളങ്ങൾ സംയോജിപ്പിക്കുന്ന ഒരു നൃത്താധിഷ്ഠിത ഫിറ്റ്നസ് പ്രോഗ്രാമാണ് സൂംബ. സമ്മർദ്ദം കുറയ്ക്കുന്ന ഗുണങ്ങൾക്ക് പേരുകേട്ട സൂംബ 24 വർഷം പൂർത്തിയാക്കി ഇന്ന് 186 രാജ്യങ്ങളിൽ. Subscribe to One India and never miss an update.